അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സന്തോഷവും സലാമത്തും റഹ്മത്തും സൗഭാഗ്യങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഇന്നിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടി അനുഗ്രഹീതവും പവിത്രവുമായ ദുൽഹിജ്ജ് മാസത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തതും അഞ്ചാമത്തതുമായ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘടനകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുമ്പോൾ 12 മാസങ്ങളിൽ നിന്ന് അള്ളാഹു 4 മാസങ്ങളെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ തന്നെ ആദം നബി അലൈഹിസ്സലാമയുടെ ആ സമൂഹത്തിന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആരാധനകളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹു കാലഘടനയെ ക്രമപ്പെടുത്തി കൊടുത്തത് 12 മാസങ്ങളാണ്. ആ 12 മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ല, മറിച്ച് 12 മാസം എന്നത് മനുഷ്യ ഉൽപ്പത്തി മുതൽ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു താല അവരുടെ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണ് ഈ 12 മാസങ്ങൾ. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു പറയുന്നു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു പറയുന്നു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നേ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ കിതാബിൽ അഥവാ പ്രവാചകന്മാർക്ക് നൽകിയ കിതാബുകളിലും സുഹ്ഫുകളിലും അള്ളാഹു രേഖപ്പെടുത്തിയത് 12 മാസങ്ങളാണ് എന്നാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ അത് പവിത്രമാണ്, പുണ്യമാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇത് ദീനിൻ്റെ ചൊവ്വായ പാതയാണ്, മാർഗമാണ്, നിർദ്ദേശമാണ് എന്നാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അള്ളാഹു വളരെ പവിത്രവും പുണ്യവുമായി പറയുന്നു. അത് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ ഇങ്ങനെ തുടങ്ങി ദുൽഹിജ്ജ് അവസാനിക്കുന്ന 12 മാസങ്ങൾ. അതിൽ 12 മാസങ്ങളിൽ വളരെ തുടർച്ചയായി അള്ളാഹു എടുത്തു പറഞ്ഞ മാസമാണ് ദുൽ ഖഅദ്, അഥവാ നാം ഇന്ന് നിലകൊള്ളുന്ന ഈ ദിവസം. ഇന്നത്തെ അസ്തമയത്തോടു കൂടി ഈ ദുൽ ഖഅദ് അവസാനിക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇന്നത്തെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ദുൽഹിജ്ജ് മാസത്തിൻ്റെ രാവ് പ്രവേശിക്കുകയാണ്. അപ്പോൾ ദുൽഖഅദ് കഴിഞ്ഞാൽ ദുൽഹിജ്ജ് മാസം, അത് കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസം, പിന്നെ അള്ളാഹു പറഞ്ഞ 4 മാസങ്ങളിൽ 12 മാസങ്ങളിൽ നാലാമത്തത് റജബാണ്. 12 മാസങ്ങളിൽ പ്രത്യേകമായി അള്ളാഹു പദവി നൽകിയ 4 മാസങ്ങളിൽ 4-ാമത്തത് റജബാണ്. അപ്പോൾ ദുൽഖഅദ് എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ വിളംബരവും ഹജ്ജിന് വേണ്ടി ഹാജിമാർ തയ്യാറാകേണ്ട മാസമാണ് ദുൽഖഅദ്. പിന്നെ ദുൽഹിജ്ജ് ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകൾ നിർവഹിക്കേണ്ട മാസമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഹജ്ജൊക്കെ നിർവഹിച്ച് ഹാജിമാർ ഒരു പുതിയ മനുഷ്യനായി
തഖ്വയുള്ള മുത്തഖീങ്ങളായി സ്വാലിഹ്യങ്ങളായി കൊണ്ടുള്ള ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയൊരു മാസത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് മുഹറം പ്രവേശിക്കുകയാണ്. അപ്പോൾ മുഹറം എന്നത് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് മുഹറം എന്നത് അത് ആദ്യത്തെ മാസമാണ്. പിന്നെ ഈ 3 മാസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നാലാമതായി പറയുന്ന റജബാണ്. റജബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മെഅറാജ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമാനുഷികമായ മസ്ജിദുൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അക്സല്ലദി ബാറക്ന ഹൗലഹു എന്ന് വിശുദ്ധ ഖുർആനിൽ ഇസ്രാ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ച പ്രവാചകനെ മസ്ജിദുൽ അക്സയിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് എത്തപ്പെടുകയും അവിടെ വെച്ച് ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അദൃശ്യമായ പല കാര്യങ്ങളും പ്രവാചകൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ അള്ളാഹു സംഭാവനയായി ഗിഫ്റ്റായി നൽകിയ നമസ്കാരമൊക്കെ നടന്ന ആ സംഭവ പ്രതിഭാസങ്ങൾ, ആ ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ നടന്നത് റജബിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3-4 മാസങ്ങൾക്കും വളരെ പ്രത്യേകത പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ, ബഹുമാനികളെ. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ വശങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോകുന്ന സർവ്വമാർഗങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നരകത്തിലേക്ക് ആപതിക്കുന്ന സർവ്വ അധർമ്മങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം നന്മയുടെ എല്ലാ വഴികളും പറഞ്ഞു കൊടുക്കുകയും തിന്മയുടെ എല്ലാ വഴികളും പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിലേക്ക് പോകരുതെന്ന് വിലക്കുകയും ചെയ്തുകൊണ്ട്, നന്മയും തിന്മയും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ സമ്പൂർണവും സമഗ്രവുമായ പര്യവസാനം കുറിക്കുന്നതും ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഹജ്ജിൻ്റെ ആ വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, അള്ളാഹു ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ദീനിനെ താങ്കൾക്ക് നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വർഷിക്കുകയും വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധ ഇസ്ലാം എന്ന ആ അനുസരണയുടെ, അള്ളാഹുവിനെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ആ മതത്തിൻ്റെ ദർശനത്തിൻ്റെ പൂർത്തീകരണം നിർവഹിക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി, മതമായി, ദർശനമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആശയം വരുന്ന ആയത്തുകൾ അവതരിപ്പിക്കുകയും തുടർന്ന് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ സമ്പൂർണമായ ആ വിശുദ്ധ ഖുർആനിൻ്റെ സമാപന വചനം അള്ളാഹു ഇറക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഓതൂ എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, ആ ഇഖ്റ എന്ന അലക്ക് എന്ന അധ്യായത്തിൽ 5 വചനങ്ങളിൽ അള്ളാഹു തുടങ്ങി വിശുദ്ധ ഖുർആനിൻ്റെ സമാപന ആയത്ത് കുറിക്കുന്നത് ഈ ആയത്താണ്. ഈ വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ സമാപനം ഇടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. തുർജഊന ഫീഹി ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. എല്ലാ മനുഷ്യർക്കും അവർ ചെയ്തതിൻ്റെ കർമ്മഫലങ്ങൾ അള്ളാഹു കൃത്യമായി ഓരോ മനുഷ്യനും അവിടെ കാണിക്കപ്പെടും, നൽകപ്പെടും. വഹും ലാ യുളമൂൻ, ആരോടും ഒരു അക്രമോ അനീതിയോ പ്രവർത്തിക്കാത്ത നീതിയുക്തമായി പുലരുന്ന ഒരു ദിവസമുണ്ട്, അന്ത്യനാൾ. ആ അന്ത്യനാളിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന് അള്ളാഹു സമാപനം കുറിക്കുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ ആയത്ത് ദുൽഹിജ്ജ് മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്, പ്രവാചകൻ്റെ ആ ഹജ്ജ് വേളയിൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ അവതരണത്തോടു കൂടി, ദുൽഹിജ്ജ് മാസത്തിൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടു കൂടി തന്നെ ഖുർആൻ അവസാനിക്കുകയാണ്. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ വചനങ്ങൾ ഈ ആയത്തോടു കൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുൽഹിജ്ജ് മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ, ഖുർആനിൻ്റെ ആധികാരികത കൊണ്ട് സ്ഥാപിക്കപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങൾ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു താല ചില വളരെ പ്രധാനപ്പെട്ട, വളരെ കാതലായ കാര്യങ്ങൾ അള്ളാഹു സൂചിപ്പിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട്, പ്രകൃതിയെ കൊണ്ട്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന്. വൽ അസ്ർ, അല്ലാഹു കാലഘട്ടത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം, സർവ്വ മനുഷ്യരും നഷ്ടത്തിലാണ്. ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരൊഴികെ. അതുപോലെ തന്നെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം സാന്ത്വനപ്പെടുത്തുകയും, അതുപോലെ തന്നെ ഹക്ക്, യാഥാർത്ഥ്യം കൊണ്ട്, സത്യം കൊണ്ട് പരസ്പരം ഉണർത്തുകയും ചെയ്യുന്ന മനുഷ്യരൊഴികെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊഴികെ സർവ്വ മനുഷ്യരും, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും, അത് ഈ 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ വിജയിയാണ്, ബാക്കിയുള്ള മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, അത്തിപ്പഴത്തെ കൊണ്ടും സൈത്തൂൻ, ഒലിവ് ഓയിലെ കൊണ്ടും, ഒരു എണ്ണയെ കൊണ്ടും, അതുപോലെ തന്നെ വത്തൂരി സീനി, സിനാ പർവ്വതങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു സത്യം ചെയ്യുന്നു. വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്തിൻ്റെ രാജ്യം, ഈ മക്ക രാജ്യത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പല കാര്യങ്ങളും അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ വല്ലുഹ, പ്രഭാതത്തിൻ്റെ ആ പ്രഭാത സമയത്ത്, പ്രഭാതത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആ സൂര്യരശ്മികളെ, ആ പ്രകാശത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നതായി കാണാം. അതുപോലെ തന്നെ വല്ലൈലി ഇദാ സജാ എന്നും, വശംസി വല്ലുഹഹ, സൂര്യനെ കൊണ്ടും സൂര്യൻ്റെ പ്രകാശത്തെ കൊണ്ടും, വന്നജ്മി ഇദാ ഹവ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു, ചന്ദ്രനെ കൊണ്ടും സൂര്യനെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടൊക്കെ സത്യം ചെയ്തുകൊണ്ട് പല യാഥാർത്ഥ്യങ്ങളും അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹു താല ഈ നാളെ ആരംഭിക്കുന്ന ദുൽഹിജ്ജ് മാസത്തിൻ്റെ 1 മുതൽ ദുൽഹിജ്ജ് 10 വരെയുള്ള ആ പെരുന്നാൾ ദിവസം വരെയുള്ള 10 ദിവസങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു. വിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ വചനം സൂറത്തുൽ ഫജ്ർ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. വൽ ഫജ്ർ, പ്രഭാതത്തെ കൊണ്ട് തന്നെ സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളെ കൊണ്ട് സത്യം. ഈ 10 ദിനരാത്രങ്ങൾ എന്നാൽ മുഫസ്സിറുകൾ പറയുന്നു ദുൽഹിജ്ജ് 1 മുതൽ അതുപോലെ തന്നെ ദുൽഹിജ്ജ് 10 വരെയുള്ള ആ ഈദുൽ അദ്ഹ, ആ ബലിപെരുന്നാളിൻ്റെ ആ ദിവസം വരെയുള്ള 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മത്തിനായി പങ്കെടുത്ത ഹാജിമാർ അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്ന ആ സന്ദർഭത്തിൽ അവരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഉംറയും സഅയും അതുപോലെ തന്നെ ഒക്കെ ആ ജംറയിൽ കല്ലെറിയലും ഇങ്ങനെ തുടങ്ങുന്ന പ്രവാചകൻ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന മഹാനായ
ഹളറത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട്, അവിടുത്തെ പ്രിയപത്നി ഹാജറ റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചുകൊണ്ട്, അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ അനുസ്മരിച്ചുകൊണ്ടുള്ള പല കർമ്മങ്ങളും പ്രതീകാത്മകമായി മക്കയിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കറുത്തവനും വെളുത്തവനും ചുവന്നവനും അതുപോലെ തന്നെ സമ്പന്നനും ദരിദ്രനും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള അറബിയും അനറബിയും അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ആ ഹജ്ജിൻ്റെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആ ദിവസങ്ങളിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങളിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അമലുകളിൽ വ്യാപൃതരാകുകയും പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലായും മുഴുകുകയും ചെയ്യുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. എത്രത്തോളം എന്നാ നമ്മുടെ മുൻഗാമികൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഈ താബിഈങ്ങൾ, നമ്മുടെ പൂർവസൂരികളായ സ്വാലിഹീങ്ങൾ, സ്വാലിഹത്തുകളായ സ്ത്രീ പുരുഷന്മാർ ദുൽഹിജ്ജ് 1 മുതൽ ദുൽഹിജ്ജ് 9 അഥവാ അറഫ നോമ്പ് വരെ നോമ്പ് പിടിച്ചിരുന്നു എന്നും, ദുൽഹിജ്ജ് നാളെ വ്യാഴാഴ്ചയാണ്, നാളെ മുതൽ നോമ്പെടുക്കുകയും അറഫ ദിവസം വരെ ദുൽഹിജ്ജ് 9 വരെ നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്താണ്. എങ്കിൽ കൂടിയും അതിൽ പ്രത്യേകമാക്കപ്പെട്ട അറഫ നോമ്പ് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫ നോമ്പ്. ആ അറഫ നോമ്പ് വെള്ളിയാഴ്ചയാണ് നമ്മളിലേക്ക് 6-ാം തീയതി വെള്ളിയാഴ്ച നമ്മളിലേക്ക് സമാഗതമാകും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ ദുൽഖഅദ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, വ്യാഴം തിങ്കൾ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ ഉളുഹിയ എന്ന മഹത്തായ കർമ്മം സാമ്പത്തികമായി കഴിവുണ്ട് എങ്കിൽ ഒരു ആടിനെയോ മാടിനെയോ ഒക്കെ വാങ്ങി അറുത്തു കൊടുക്കുക. ഇനി സാമ്പത്തികം കുറവാണെങ്കിൽ 7 പേര് ചേർന്ന് അതിലൊരു ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് ജമാഅത്തുകളിൽ സംഘടിതമായി നടക്കുന്ന ആ ഉളിഹകളിലും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നാം പങ്കാളികളായിക്കൊണ്ട് അതിൽ സഹകരിക്കുക. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാധുക്കളെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ നാം മുൻകൈയെടുക്കുകയും അതിനുവേണ്ടി വിനിയോഗിക്കുന്ന ഓരോ ചില്ലിക്കാശിനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം ഇനി സഞ്ചരിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ദുൽഹജ്ജിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായ ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാനും കഴിയും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദിവസങ്ങളിൽ വെച്ച് അള്ളാഹു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ ദുൽഖഅദ് 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങൾ. മറ്റുള്ള എല്ലാ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യകരമായ അംഗീകരിക്കപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളാണ് ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ഇരട്ടി പ്രതിഫലമാണ്. അതുപോലെ തന്നെ തിന്മകൾ നമ്മുടെ വരാതിരിക്കട്ടെ, വന്നാൽ തന്നെ അതിൻ്റെ ഇരട്ടി ശിക്ഷയുമാണ്. അപ്പോൾ നന്മകളിൽ മുന്നേറുകയും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ള ബാധ്യത ഓരോ വിശ്വാസികൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന രീതിയിൽ അനുഗ്രഹീതമായ ഈ ദുൽഹിജ്ജ്, ഇന്നത്തെ അസ്തമയത്തോടു കൂടി നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ഈ ദുൽഹിജ്ജ് മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവുമായിട്ട് അടുക്കുവാനും ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നാം ഏവർക്കും അതിനുള്ള തൗഫീഖും അതിനുള്ള സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വസിയത്തും ചെയ്തുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഊസിക്കും ബിദ്വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.